Hello, my dear YouTube family, Arju Vlogs family. വെൽക്കം ടു ന്യൂ വ്ളോഗ് ഓഫ് അർജു വ്ളോഗ്സ്. ഇപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റ് ഡേ വ്ളോഗ്സ് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊരു രൂപമാറ്റം നടത്തിയിട്ടുണ്ട്. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ പഴയ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആ പുള്ളിയുടെ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ബുൾഗാൻ അഥവാ ഫ്രഞ്ച് ബിയേർഡ് വെച്ചത്. ഇത് കുറച്ച് ദിവസത്തിനുണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഇതും കളയും. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ സാധാരണ വർക്ക് ഉണ്ടാവാറില്ല, പക്ഷെ ഇന്ന് കുറച്ച് സമയം വർക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം ഒരു തലവേദന. ശരി, വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചു, പക്ഷേ എനിക്ക് ഒരു ചായയും കൂടി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, കുറച്ച് കടുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് വഴിമുടക്കിയായിട്ട് ഒരാളുണ്ട്. അതെ, ഈ JCB കുട്ടനാണ് നമ്മുടെ വഴി മുടക്കിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഇവനെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. ഇപ്പോൾ അത്ര വലിയ കൗതുകമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പൈപ്പ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി JCB വരും, വഴി കുറച്ച് സമയമൊക്കെ ബ്ലോക്ക് ആവും. നമ്മൾ നാട്ടുകാർ വേണ്ടേ കുറച്ച് സഹകരിക്കാൻ, അല്ലേ? അല്ലപ്പോൾ ആരാ വഴി തെറ്റി വന്നേക്കുക? JCB ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ പോയതുകൊണ്ട് ചായ കുടിക്കാൻ പോയിരിക്കും. ഇതിൻ്റെ അടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും പോയി കണ്ട. പൂച്ചയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ശരിയല്ലേ, ഇത് എന്നാ പെരുത്ത ചാതനം, ഇതുവരെ കാണാത്ത അത്രയും വലിയൊരു ചാതനല്ലേ. ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്കാരിങ്ങനെ കുഴി കുഴിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ അവരുടെ പണി നടക്കട്ടെ, നമുക്ക് വണ്ടി എടുത്ത് പോകാനല്ലേ പ്രശ്നമുള്ളൂ, നടന്നു പോകാമല്ലോ. അങ്ങനെ ഒരു ചായ കുടിക്കാൻ ഒരു 1.5 കിലോമീറ്റർ നടന്നു വന്നു. തൊട്ടടുത്തൊക്കെ ചായക്കട ഉണ്ടെങ്കിലും ഈ പള്ളീൻ്റെ അടുത്തുള്ള ഈ ചായക്കടയിൽ വന്ന് കുടിക്കാം ഒരു സുഖം. ഞാൻ അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ ഒരു 1.5-2 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യും. ചിലപ്പോൾ ഇത് 3 കിലോമീറ്റർ വരെ പോകും. പാലക്കാടുള്ള ചില വ്ളോഗേഴ്സ് പാലക്കാട് നിന്ന് പഴനി വരെ പോയിട്ട് ചായ കുടിച്ച് വരുന്നുണ്ട്. പിന്നെയാണ് ഇത്, അല്ലേ? ചായക്കട നേരെ മുമ്പിലായിട്ടൊരു പാടത്ത് പഴയ ഒരു KSRTC ലോ ഫ്ലോർ ബസ് പൊളിക്കാൻ ഇട്ടിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ കുറച്ച് വിഷമായി. ഒരു കാലത്ത് ദിവസവും എത്ര ആൾക്കാർ യാത്ര ചെയ്തൊരു വണ്ടിയായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നത് നിലമ്പൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയിരുന്ന ലോ ഫ്ലോറാണ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് അത് കാണാറില്ല. എന്തായാലും ഇത്ര അടുത്ത് തന്നെ അത് സ്ക്രാപ്പാവും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും മാമൻ വന്നിട്ട് പറഞ്ഞു, വേഗം മേലിൽ കഴുകിയിട്ട് വാ, നമുക്കൊന്ന് അമ്പലം വരെ പോയിട്ട് വരാമെന്ന്. എന്നാൽ ശരി, ഓക്കെ. നേരെ ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ തളി ഗണപതി ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഓങ്ങല്ലൂർ. ഇവിടെയാണ് നമ്മൾ ആനയൂട്ടിൻ്റെ വ്ളോഗ് എടുത്തത്. അമ്പലദർശനം കഴിഞ്ഞിട്ട് ഓരോ സമോസ കഴിക്കണം. ഒരു ചായ കുടിച്ചാലോന്ന്. ഇനിയും ഒരു ചായ ഇന്ന് വേണ്ട, ഓൾറെഡി ഇന്ന് മൊത്തം 3 ചായയായി, അത് മതി. തൽക്കാലം ഒരു ജ്യൂസ് കുടിക്കാം, നാരങ്ങാ വെള്ളം. പുത്തം പുതിയ ഗ്ലാസ്സാണ് തോന്നുന്നുണ്ട്, സ്റ്റിക്കർ വരെ പൊട്ടിച്ചിട്ടില്ല. വേണ്ട സമോസ വേണോ? ഇപ്പോൾ വെജ് ഓപ്ഷൻസ് കുറവാണ് മൊത്തത്തിൽ നമ്മുടെ നാട്ടിലേക്ക്. നമ്മുടെ അമ്പലത്തിൻ്റെ മേലെ ഒരു ദോശ കട ഉണ്ട്, അത് രാവിലെ മാത്രമേ ഉള്ളൂ, ഉച്ചക്കേട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇന്നാണ് വേൾഡ് കപ്പ് തുടങ്ങുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നിരിക്കുകയായിരുന്നു. India-USA മാച്ച് സ്കോർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. സഞ്ജു സാംസന്റെ ശാപ തോന്നുന്നുണ്ട് ടീമിൽ ചേർക്കാത്തതിന്. അവണ്ടെങ്കിൽ ഒരു വിക്കറ്റ് കൂടി പോകും, അത്ര തന്നെ. എന്നാലും 79-6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പേടിച്ചു. കുറച്ചല്ല കേട്ടോ, നല്ലോണം പേടിച്ചു ആ ഫസ്റ്റ് ബാറ്റിംഗ് കണ്ടപ്പോൾ. പക്ഷെ അവസാനത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പൊളിച്ച് സ്കോർ 160 എത്തിയപ്പോൾ അപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ മാറി. കാരണം ബൗളേഴ്സിനെ കൊണ്ട് പിടിക്കാൻ പറ്റും, 160 ഒക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, സോ ഇന്ന് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. രാത്രിയിലെ ഉറങ്ങാൻ പോവുകയാണ്. ബട്ട് ടുമോറോ മോർണിംഗ് ഐ വിൽ കണ്ടിന്യൂ ദിസ് വ്ളോഗ്. അപ്പോൾ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൺഡേ നല്ല പോസിറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മഹാകൃഷ്ണയുടെ ബ്രീത്തിങ് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്സവ കമ്മിറ്റിക്കാർ വന്നത്.
നമ്മളെ നാട്ടിലൊക്കെ ഉത്സവം തുടങ്ങി. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ ഉത്സവങ്ങൾ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 2 ഉത്സവമുണ്ട്. ഈ 13-ാം തീയതി 22-ാം തീയതി. 13-ാം തീയതി ഉത്സവത്തിൻ്റെ ടീംസ് വന്നിട്ട് നോട്ടീസൊക്കെ തന്നു പോയി. 3 ആനയുണ്ട്. ഏതൊക്കെയാണ്? ഒല്ലൂക്കര ജയറാം, ചിറക്കൽ ശ്രീറാം, ശിവശങ്കരൻ. പുള്ളിയാണല്ലോ, അടിപൊളി. പോണം 13-ാം തീയതി പൂരത്തിന് പോകണം. നമ്മുടെ കുട്ടാപ്പിനെ വീഡിയോയിൽ കണ്ടിട്ട് കുറേ കാലമായി ഉണ്ടാവില്ലേ? കുട്ടാപ്പി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലാണ്, എവിടെയും പോയിട്ടില്ല. ഐ തിങ്ക് ഒരു 1 വീക്കായിട്ട് പുള്ളി റെസ്റ്റാണ്. അപ്പോൾ ഇന്നൊന്ന് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഇതവേ നമ്മുടെ വഴി ശരിയാണോ? ഇന്നലെ രാത്രി JCB പോയത് ഓൾമോസ്റ്റ് ഒരു 8:30 കഴിഞ്ഞിട്ടാണ്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടും JCBയുടെ പണിയുണ്ടായിരുന്നു. അപ്പം വഴിയൊക്കെ ശരിയായോ ഒന്നും നോക്കിയിട്ട് വരാം. ഈ വഴി കൂടെ ആണ് ഇപ്പോൾ ജലജീവൻ്റെ പൈപ്പ് ഇട്ടുണ്ട്. പൈപ്പ് ഇതാ അങ്ങനെ പോവും. അതെന്തായാലും നന്നായി. എന്തായാലും വഴിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. മണ്ണൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ട് തന്നെ പോയിട്ടുണ്ട് അവർ. ഇനിയിപ്പോൾ നമ്മളൊന്ന് നടന്നിട്ടും വണ്ടിയൊക്കെ ഓടിച്ചിട്ടും ഒക്കെ ഈ വഴിയൊന്ന് സെറ്റാക്കാം. ഇതാരാ? ഹായ്. ഇതല്ലേ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചകളൊക്കെ കടിച്ചിരുന്ന പൂച്ച? ഇപ്പോൾ ഇയാൾ ഭയങ്കര പാവായില്ലേ? എന്താ ഇവിടെ മേലെ കയറിയിരിക്കുന്നത്? മീൻകാരനെ കാത്തിരിക്കുക. നമ്മുടെ യൂസഫൊക്കെ 8:45 ആകുമ്പോഴാണ് വരിക. അപ്പോൾ ആള് വരുമ്പോൾ ഇവിടെ എല്ലാ പൂച്ചകളും അറ്റൻഡൻസ് ഉണ്ടാവണം. അത് ആൾക്ക് നിർബന്ധമല്ലെങ്കിലും പൂച്ചകൾക്ക് നിർബന്ധമാണ്. അതാണ് ഇവിടുത്തെ കാര്യം. പക്ഷെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളിപ്പോൾ മീൻ വാങ്ങണില്ല, കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ? ഒരു സൺഡേ ഒക്കെ ആയിട്ട് ചിക്കൻ ഇല്ലാതെങ്കിൽ എന്താ ഒരു സുഖമില്ല. കുറച്ചായി ചിക്കൻ കഴിച്ചിട്ടും. അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ കുട്ടാപ്പിക്ക് ഒരു ചെറിയ ഓട്ടോ പോകാൻ നിൽക്കുമ്പോഴാണ് ആടുകളുടെ ശബ്ദം കുറച്ച് കാര്യമായിട്ട് കേട്ടത്. അപ്പോൾ ഒന്ന് മുന്നോട്ട് പോയി നോക്കിയപ്പോഴാണ് പാടത്ത് ഒരുപാട് ആടുകളെ കെട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാ തോന്നുന്നു. പൂരക്കാലൊക്കെ അല്ലേ? അപ്പോൾ പൂരക്കാലത്തിന് മുന്നേ ആയിട്ട് നമ്മുടെ പറമ്പിൽ, അതായത് പൂരമൊക്കെ നടക്കാൻ പോകുന്ന പറമ്പുണ്ടല്ലോ, അവിടേക്ക് കുറേ ആട്ടിൻകുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ വാണിയംകുളം ചന്തയിൽ പോയപ്പോൾ എത്ര അധികം ആടുകളെ ഒരുമിച്ച് ഉണ്ട്, പല തരത്തിലുള്ള ആടുകൾ. യെസ്. ഹലോ. സുഖല്ലേ? അങ്ങനെ ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ചട്ടിപ്പറമ്പ് മാർക്കറ്റൊക്കെ ഒന്ന് ഉഷാറായി വരണേ ഉള്ളൂ. രാവിലെ എല്ലാവരും ഒന്ന് സ്റ്റാർട്ടായി വരണല്ലേ ഉള്ളൂ. രാവിലെ നമ്മുടെ പറഞ്ഞ പോലെ ചിക്കനും പിന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഒരു ചിക്കൻ കറി അങ്ങോട്ട് പിടയ്ക്കാം. അപ്പോൾ ഇന്നത്തെ സൺഡേ ഉഷാറാവട്ടെ ചിക്കൻ കറി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ പാചകം എൻ്റെ വകയാണ്. അപ്പോൾ ആ ഒരു വ്ളോഗ്, അതായത് ചിക്കൻ കറി ഇങ്ങനെ എൻ്റെ സ്റ്റൈലിലൊരു ചിക്കൻ കറി വ്ളോഗ്, അത് നമുക്ക് മറ്റന്നാൾ കാണാം. ഓക്കെ, മറ്റന്നാൾ 6 മണിക്ക് കാണാം. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.